சார் தண்ணி கொண்டாடுவா? தண்ணியா? இப்ப வேண்டாம். ഞാൻ രാവിലെ തണ്ണി അടിക്കാറില്ല. തണ്ണി அந்த தண்ணி இல்ல சார், குடிக்கிற தண்ணி, ட்ரிங்கிங் வாட்டர். സാധാ തണ്ണിയാ? ഞാൻ നനച്ചേ. ഓ കൊണ്ടുവാ കൊണ്ടുവാ. സ്വിമ്മിംഗ് പൂൾ. ടെലിഫോൺ ഫോണി ഫോൺ ചിരിപ്പോ തിങ്ങുള്ള. അയ്യോ സെല്ലുലാർ ഫോണ തൊണ്ടി വെളை ഇവനങ്കം പടയത്തല്ല. കുളിക്കട്ട് കുളിക്കട്ട്. என்ன சார் ஷாக் அடிச்சிருச்சா? அங்க சுடு தண்ணின்னு சொல்லல, வெந்து போச்சு. என்ன ரெட் டாப் வந்து ஹாட் வாட்டரும் தெரியாதா? நீ 5 ஸ்டார் ரோட்ல தங்கனதே இல்லையா? இறங்கி போடும். ஷட் அப். இறங்கி போடும். நீ கூப்பிட்டா நான் தான் வரணும், ஜாக்கிரதை. ஐயோ No, I didn't see the papers. You check it and forward it immediately. One thing, Mr. Kuppasamy, நீங்க ஒரு காரியம் பண்ணுங்க. Tell your subordinates to be alert always. Okay? Thank you. May I come in, sir? Yes, come in. வணக்கங்க. வணக்கம். யாரு? என்ன வேணும்? நான் யாருமே அல்ல. தங்கி இருக்கு இங்கே. ரூம் நம்பர் 301. தமிழ் நன்னாയിട്ട് தெரியாது. കേരള മലേഷ്യ മലേഷ്യ മലയാളി. മലയാളിയാ? ആമാ. ഞാനും മലയാളി താ. ആണോ? ഓ, ഇത്രയും വലിയൊരു ഹോട്ടൽ ഒരു മലയാളിയുടേതാണെന്നോ? ആമാ. എവിടെ? ഉட்காருங்க. 40 വർഷത്തേക്ക് മുന്നാടി. ആമാ, ഞാൻ കേരളം വിട്ടതാ. പിന്നെ ഉഴച്ച് കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തി. ഉഴൈപ്പാളി. യു ആർ കറക്റ്റ്. ഞാനും 20 വർഷങ്ങൾക്ക് മുമ്പ് കേരളം വിട്ടതാണ്, മലയായിലേക്ക്. ഓഹോ, അവിടെ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ചെയ്യാൻ നേരം കിട്ടുന്നില്ല. പുരിയല്ലേ? ആമാ, ആർക്കും ഒന്നും പുരിയില്ല. ഞാൻ എന്റെ കഥ ചുരുക്കി പറയാം സാർ. എന്റെ പേര് ആനന്ദ്. വർഷങ്ങൾക്ക് മുമ്പ് കോവളം കടപ്പുറത്ത് ഞാൻ കടല വിറ്റുകൊണ്ടിരുന്നപ്പോ ഒരു സായിപ്പ് എന്റെ അടുത്ത് വന്നു. എന്നെ നോക്കി, ഞാനും നോക്കി. ഞാൻ അയാൾക്ക് കടല കൊടുത്തു. കാശ് വാങ്ങിയില്ല. വിദേശികൾ ഞങ്ങളുടെ അതിഥികളാണ്, കാശ് വാങ്ങാൻ പാടില്ലെന്ന് എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞൊപ്പിച്ചു. സായിപ്പിന് എന്നെ അങ്ങ് പിടിച്ചു. പിന്നെയും 3-4 ദിവസം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. ആരുമില്ലാത്ത ഒരു അനാഥനാണ് ഞാനെന്നറിഞ്ഞപ്പോ സായിപ്പിന്റെ കണ്ണ് നിറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സായിപ്പ് എന്നെ അങ്ങ് മലയിലേക്ക് കൊണ്ടുപോയി. ഓഹോ, എന്നിട്ട് ആ ബർക്കലി സായിപ്പ് മകനെ പോലെ എന്നെ വളർത്തി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു അനാഥനാണെന്ന്. ആയിരക്കണക്കിന് തേയിലത്തോട്ടങ്ങൾ, കെട്ടിടങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ. ഒടുവിൽ ക്യാൻസർ പിടിപെട്ട് എന്റെ ബർക്കലി സാഹിബ് മരിച്ചുപോയി സാർ. അഴാതെയാണ്, അഴാതെ. ആരായാലും അഴുതു പോകും. മരിക്കുന്നതിന് 10 മിനിറ്റിന് മുമ്പ് അദ്ദേഹം സ്വത്തുക്കളെല്ലാം എന്റെ പേർക്ക് എഴുതി വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മകനെ, ഈ സ്വത്തുക്കളെല്ലാം നിനക്കുള്ളതല്ല. ലോകത്തുള്ള എല്ലാ അനാഥർക്കും നീ ഇത് വിതരണം ചെയ്യുന്നു. അങ്ങനെ അനാഥരുടെ കണ്ണീരൊപ്പുന്നു. അന്നു മുതൽ ഇന്ന് വരെ ലോകത്തുള്ള എല്ലാ അനാഥരുടെയും കണ്ണീര് ഞാൻ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഈ നഗരത്തിൽ ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഇവിടുത്തെ അനാഥ മന്ദിരങ്ങളൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. സാർ എന്നെ ഒന്ന് സഹായിക്കണം അനാഥരെ കണ്ടെത്താൻ. എത്രയും പെട്ടെന്ന് എനിക്ക് അവരെ സഹായിച്ചേ പറ്റൂ സാർ. മിസ്റ്റർ ആനന്ദ്, ഇതാണ് നമ്പിക്കൈ. உங்களுக்கு വേണമെങ്കിൽ ആ സായിപ്പിന്റെ സ്വത്ത് മുഴുവൻ ദൂർത്തടിക്കായിരുന്നു. யாரு ചോദിക്കാൻ? பட் நீங்க பெரிய மனிதன் தான். நான் காட்டி கொடுக்கிறேன். இங்க உள்ள அத்தனை அனாதை பசங்களை நான் காட்டி கொடுக்கிறேன். தேங்க்யூ சார். என்ன தம்பி இது?
கேது சுக்கிரன் பலவிதமான சனி இருக்கு. இப்போ உங்களுக்கு மங்கு சனி. மங்கு சனி வந்தா நாயா அலையணும், புரியலையா? பட்டியா அலையணும். உங்களை ஏமாத்தின ஆளுக்கு நல்ல டைம். கோட்டீஸ்வரன் வாழ்க்கை அவனுக்கு இப்ப கிடைச்சிருக்கும். அந்த ஆள் இப்ப எங்க உണ്ടെന്ന് പറയുങ്കോ? இந்த ஊர்லயே உண்டு. എങ്ക? அத சொல்றதுக்கு இன்னும் 50 ரூபாய் கொடுங்க. ആളെ കിട്ടിയാൽ എത്ര വേണേലും തരാം. ആ നയവഞ്ചകനെ കൊന്നു കുഴിച്ചു മൂടും. അവൻ എവിടെയുണ്ടെന്ന് പറയുങ്കോ? 50 ரூபாய் கொடுக்காம நான் சொல்ல மாட்டேன். ഉള്ള ചില്ലറയെല്ലാം പെറുക്കി തന്നില്ലടോ, പിന്നെ എവിടുന്ന് 50? அப்ப போங்கோ. சொல்லடோ. போய் அவன் பாட்டுக்கு. എങ്കിൽ എന്നെ കാശിക്കുതാ. கொன்னுடு வராஸ்கர். ஊரை விட்டு ஊரை வந்து திமிரா காட்டுற. வளர்ந்துடுவோம் அவனை. போறாங்க ஓடுறானா? கடவுள் மனிதனாக பிறக்க வேண்டும். കണ്ണദാസന്റെ ഒരു പാട്ടുണ്ട്, ഭയങ്കര പാട്ടാണ്. അത് മുഴുക്ക തത്വമാണ്. മനിതനായി പിറന്നാലേ கடவுள்னு മനസ്സിലാവും இந்த உலகத்தை பற்றி. കരയാതിരിക്കുവാനത് നമുക്ക് என்ன பண்ண முடியும்? எல்லாமே அவன் தீர்ப்பு. എന്നാലും സാർ, പ്ലീസ് മിസ്റ്റർ ആനന്ദ്. ആനന്ദ് കരഞ്ഞ നാനും കരച്ചു പോകും. സോറി സാർ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് മിസ്റ്റർ ആനന്ദ്. ഒരു 5 മിനിറ്റ് എന്റെ വീട്ടിലൊന്ന് കയറണം. താങ്കളുടെ പുണ്യപാദം എൻ വീട്ടിൽ പതിയട്ടോ. உள்ளவாங்க. அம்மா லட்சுமி, இது மிஸ் ஆனந்த். நம்ம ஹோட்டலில் தங்கி இருக்கேன். மத்தியானம் சாப்பாடு வேணும். വണക്കം അമ്മ. വണക്കം. ഇവക്ക് നന്നായി മലയാളം പേശാൻ അറിയാം. ഇദ്ദേഹം മലയാളിയാണോ? ആമാ. ഉക്കായി നമ്പി. താങ്ക് യു. വാമാ. சாப்பாடு பிரமாதமா இருக்கணும். அவர் யாரும் தெரியுமா? கடவுள். എന്ത് കടവുള്? எந்த கடவுள் அல்ல, கடவுள். இக்காலத்து இந்த மாதிரி மனிதന്മാരെ பார்க்கிறது ரொம்ப பிரயாசம். വിവരമാ അപ്പുറം சொல்றேன். ഒന്നുകിൽ നിങ്ങൾ മലയാളം പറ, അല്ലെങ്കിൽ തമിഴ് പറ. 2 ഭാഷ ഇങ്ങനിട്ട് കൊല്ലാതെ. உனக்கு தெரியல, எனக்கு மலையாளம் வர்றது ரொம்ப கஷ்டம். வந்து நான் ட்ரை பண்ணல. சீக்கிரம் சாப்பாடு ரெடி பண்ணு. செல்ல. மிஸ் ஆனந்த், வாங்க என் ரூமுக்கு போகலாம். அது வாங்க.